ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂട്ടൻസ്. അങ്ങനെ എന്റെ 6ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ന്യൂട്ടൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ അഥവാ സ്വരുക്കൂട്ടം കരുതി വെക്കാം എന്നുള്ള ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ്, അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്തെന്നുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെട്ടു അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഏതൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ സേവിങ്സ് അല്ലെ, നമ്മുടെ നിക്ഷേപം ഇംപ്രൂവ് ചെയ്യാനായിട്ട് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ടെക്നിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ നേരെ നമ്മൾ പോയത് അടുത്തത് വാട്ട് ഈസ് ബാങ്ക്, എന്താണ് ബാങ്കുകളെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ പോയി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫംഗ്ഷൻസ് എന്ന ടോപ്പിക്കിലേക്കാണല്ലേ വന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് അഥവാ ധർമ്മങ്ങൾ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നിർബന്ധമായിട്ട് എക്സാമിന് പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ ഫംഗ്ഷൻസ്. ദെൻ ബാങ്കുകളുടെ ഫംഗ്ഷൻസിലേക്ക് വന്നു. നമ്മൾ അതില് ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സും ലെൻഡിങ് മണി അല്ലെ, എന്താണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കലും അതേപോലെ തന്നെ പണം കടം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞതാണ്. ദെൻ അത് കഴിഞ്ഞ് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇന്റർമീഡിയേറ്ററീസിനെ കുറിച്ചും ഇൻട്രസ്റ്റുകളെ കുറിച്ചും പലിശകളെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. എങ്ങനെയാണ് ബാങ്ക്, എത്ര തരത്തിലുള്ള ഇൻട്രസ്റ്റുകളുണ്ട്, ബാങ്കിന് എന്താണ് ഇതിൽ നിന്നുള്ള ലാഭം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് നമുക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അതിനുശേഷം ആരെങ്കിലും ക്ലാസ് എടുത്തതിന് ശേഷം പോയി ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ഒന്ന് യെസ് എന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാറ്റ് ബോക്സിൽ. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ ആരെങ്കിലും ഉണ്ട് എങ്കിൽ കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചും ബാങ്ക് എന്താന്ന് പഠിച്ചു, ബാങ്ക് അക്കൗണ്ട് എന്താന്ന് പഠിച്ചു അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ആണ്. ഇൻഡിവിജ്വൽ അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. യെസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിപ്പോസിറ്റ്സ് അഥവാ നിക്ഷേപങ്ങളെ കുറിച്ചാണ് കേട്ടോ. എന്താണ് ഡിപ്പോസിറ്റ്സ് അഥവാ നിക്ഷേപങ്ങൾ? മക്കളെ ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചേക്കാം, വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡിപ്പോസിറ്റ്സ് അഥവാ നിക്ഷേപങ്ങൾ. ഈ ചാപ്റ്ററിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള ഡിപ്പോസിറ്റ്സ് അഥവാ നിക്ഷേപങ്ങൾ ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഒന്നാമത്തെ നിക്ഷേപമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സേവിങ് ഡിപ്പോസിറ്റ്സ് അഥവാ സമ്പാദ്യ നിക്ഷേപങ്ങൾ. എന്താണ് സേവിങ്സ് ഡിപ്പോസിറ്റ്സ് അഥവാ സമ്പാദ്യ നിക്ഷേപങ്ങൾ? എന്തിനാണ് ആക്ച്വലി സേവിങ് ഡിപ്പോസിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എൻകറേജ് ദ ഹാബിറ്റ് ഓഫ് സേവിങ്. നമ്മൾ ഓരോ വ്യക്തികൾക്കിടയിലും സമ്പാദ്യശീലം വളർത്തിയെടുക്കാനായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സേവിങ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞ ഏത് ഡിപ്പോസിറ്റ് ഉള്ളത്, സേവിങ് ഡിപ്പോസിറ്റ് ഉള്ളത് കേട്ടോ. ഇറ്റ് ക്യാൻ ബി ഓപ്പൺ ബൈ ഇൻഡിവിജ്വൽസ് ഓർ ജോയിന്റ്ലി. ഇത് ഓരോ വ്യക്തിക്കും അതേപോലെ തന്നെ സംയുക്തമായി കൂട്ടം ചേർന്നും എന്ത് ചെയ്യാം, സേവിങ്സ് അക്കൗണ്ട് ബാങ്കുകളിൽ പോയി തുടങ്ങാവുന്നതാണ്. ഇറ്റ് അലൗസ് ദ ഡിപ്പോസിറ്റ്സ്, എത്ര തവണ വേണമെങ്കിലും, മൾട്ടിപ്പിൾ ഡിപ്പോസിറ്റ്സ് എത്ര തവണ വേണമെങ്കിലും പല തവണ നമുക്ക് അതിൽ നിക്ഷേപിക്കാം. എന്നാൽ വിഡ്രോവൽസ് അല്ലെ, അതിൽ നിന്ന് പണം എടുക്കുന്നത് വളരെ ലിമിറ്റഡ് ആണ് അല്ലെ. അവിടെ നമുക്ക് പണം പിൻവലിക്കാനായിട്ട് നിയന്ത്രണങ്ങളുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എത്ര തവണ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അത്രയും തവണ നമുക്ക് പിൻവലിക്കാനൊന്നും സാധിക്കില്ല. അവിടെ നമുക്ക് കൃത്യമായ ഒരു നിയന്ത്രണം വരുന്നുണ്ടല്ലോ. ആൻഡ് ഇറ്റ് ഏൺസ് ലോ ഇൻട്രസ്റ്റ്. അതിന്റെ ഇൻട്രസ്റ്റ് പലിശ എങ്ങനെയാണ്, തീരെ കുറവാണ് അല്ലെ. ലോ ഇൻട്രസ്റ്റ് ആണ് അവിടെ വരുന്നത്. ക്ലിയർ? യെസ്. രണ്ടാമതാണ് കറന്റ് ഡിപ്പോസിറ്റ്സ് അഥവാ പ്രചലിത നിക്ഷേപങ്ങൾ. വൺസ് അഗെയിൻ റിപ്പീറ്റ്, ഈ മലയാളത്തിൽ ഈ വേർഡ്സ് ഒക്കെ എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അത്രയും ഫെമിലിയർ ആയിരിക്കില്ല. എന്താണ് കറന്റ് ഡിപ്പോസിറ്റ്സിന്റെ മലയാളം? പ്രചലിത നിക്ഷേപങ്ങൾ. വൺസ് അഗെയിൻ പ്രചലിത നിക്ഷേപങ്ങൾ. ഇൻട്രസ്റ്റ് ഫോർ ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലൈസ്. നോക്കാം, ഇന്റൻഡഡ് ഫോർ ട്രേഡേഴ്സ് കാർഷികർ, അതേപോലെ തന്നെ കാർഷിക വ്യവസായ വ്യാപാരികൾക്കായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കറന്റ് ഡിപ്പോസിറ്റ്സ് അഥവാ പ്രചലിത നിക്ഷേപങ്ങൾ കൊടുക്കുന്നത് അല്ലെ. കാർഷിക വ്യവസായ വ്യാപാരികൾക്ക്, ട്രേഡേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായികൾ കേട്ടോ. ഓക്കെ, നോക്കാം, അൺലിമിറ്റഡ് ഡിപ്പോസിറ്റ്സ്. ഇവിടെ എത്ര വേണമെങ്കിലും എത്ര ഇടപാടും നമുക്ക് ഇവിടെ ഡിപ്പോസിറ്റ്സ് നടത്താം. എത്ര തവണ വേണമെങ്കിലും ഡിപ്പോസിറ്റ്സ് ചെയ്യാം. എന്നാൽ ഒരു ഡേ വിഡ്രോവൽസ് ഇൻ എ ഡേ, പിൻവലിക്കാൻ നിയന്ത്രണരഹിതമാണ്. വിഡ്രോവൽസിന് നിയന്ത്രണമുണ്ട്. നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ദിസ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ എന്തില്ല, വിഡ്രോവൽസ് ഇൻ എ ഡേ. ഇവിടെ നമുക്ക് നിക്ഷേപം പിൻവലിക്കാനാണ് കേട്ടോ. ഇപ്പൊ നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ്. അതായത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് പൈസ ഇടാം, എത്ര തവണ വേണമെങ്കിലും പിൻവലിക്കാം. ഇപ്പൊ ഒരു ദിവസം തന്നെ 5 തവണ കൊണ്ടുപോയി പൈസ ഇടാനും 10 തവണ അതിൽ നിന്ന് ഫണ്ട് എടുക്കാനും നമുക്ക് അലൗഡ് ആണ്. നോ ഇൻട്രസ്റ്റ്, ഇവിടെ എന്തില്ലടാ, പലിശ ലഭിക്കില്ല. ഇവിടെ നോ ഇൻട്രസ്റ്റ് അഥവാ പലിശ ലഭിക്കില്ല. ഇനി മൂന്നാമതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് അഥവാ
സ്ഥിര നിക്ഷേപങ്ങൾ. ഫിക്സഡ് ഡിപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപങ്ങൾ. എന്താ പറയുന്നത്? ഡിപ്പോസിറ്റ് മെയ്ഡ് വൺസ്, ഒരിക്കൽ മാത്രമേ നമ്മളിവിടെ നിക്ഷേപിക്കുള്ളൂ. എങ്ങനെയാണ്? ഒരിക്കൽ മാത്രമേ നമ്മളിവിടെ നിക്ഷേപിക്കുള്ളൂ. എന്നാൽ ഇതിൽ നിന്ന് പണം നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ്, ഫിക്സഡ് പീരീഡ് അഥവാ ഒരു നിശ്ചിത കാലത്തിന് ശേഷമായിരിക്കും. അതായത് ഇപ്പൊ 2 years ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 2 വർഷം കഴിയുമ്പോഴേ നമ്മൾ പോയ പൈസ തിരിച്ചെടുക്കുള്ളൂ. ഇനിയിപ്പോ ഒരു 5 വർഷമാണെങ്കിൽ ഈ 5 വർഷം കഴിയുമ്പോഴേ നമ്മൾ പോയി പൈസ തിരിച്ചെടുക്കുള്ളൂ. അപ്പൊ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് അഥവാ സ്ഥിര നിക്ഷേപമാണ് ചെയ്തതെങ്കിൽ പൈസ പിൻവലിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ ഹയർ ഇൻട്രസ്റ്റ് അഥവാ വളരെ ഉയർന്ന പലിശ തരുന്നത് ആരാണ്? ഈ പറയുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. സേവിങ്സിനേക്കാൾ കൂടുതൽ പലിശ തരുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് കേട്ടോ. ദെൻ അടുത്ത് നോക്കാം, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. നാലാമത്തത് ആവർത്തിത നിക്ഷേപങ്ങൾ. എന്താണ്? ആവർത്തിത നിക്ഷേപങ്ങൾ. എ ഫിക്സഡ് എമൗണ്ട് ഈസ് ഡിപ്പോസിറ്റഡ് റെഗുലർലി. നമുക്ക് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, നിക്ഷേപിക്കാൻ സാധിക്കും. അത് ആഴ്ചകളോ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലോ മാസങ്ങളിലോ അല്ലെങ്കിൽ ദിവസേനയോ നമുക്ക് എന്ത് ചെയ്യാം? നിക്ഷേപിക്കാം. എന്നാൽ ഈ പറയുന്ന വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എ മെച്യൂരിറ്റി, നിശ്ചിത തുക നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപം, നമ്മൾ ഒരു നിശ്ചിത പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? പണം പിൻവലിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇറ്റ് ഏൺസ് ഹയർ ഇൻട്രസ്റ്റ്. ഇതിന് എങ്ങനെയാണ്? പലിശ കൂടുതലാണ് എന്തിനേക്കാളും? സേവിങ് ഡിപ്പോസിറ്റ്സ് അഥവാ നമ്മുടെ ഈ പറഞ്ഞ സേവിങ് ഡിപ്പോസിറ്റ്സ് അഥവാ നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ, നമ്മുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനായിട്ടുള്ള സേവിങ് ഡിപ്പോസിറ്റ്സ് അഥവാ സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടുതൽ പലിശ എവിടെ കിട്ടും? നമുക്ക് ഈ പറഞ്ഞ റിക്കറിംഗ് ഡിപ്പോസിറ്റിൽ കിട്ടും. ഏതാണ്? റിക്കറിംഗ് ഡിപ്പോസിറ്റ്സ് അഥവാ ആവർത്തിത നിക്ഷേപങ്ങൾ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയാണ് നമുക്ക് 4 types ഓഫ് ഡിപ്പോസിറ്റ്സും അതിന്റെ എക്സ്പ്ലനേഷനും പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, എടാ ഇവിടെ നോക്കിക്കേ, ഓരോന്നും സമ്മപ്പ് ചെയ്ത് ഞാനൊരു ടേബിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ടേബിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അവിടെ പഠിച്ച ഓരോ കാര്യങ്ങളും മനസ്സിലാവും കേട്ടോ. കാലയളവ് അഥവാ ടെന്യൂർ പറയുന്നുണ്ട് അല്ലേ. അടുത്ത് എന്താ നോക്കൂ, അടുത്ത് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ്, പലിശ എങ്ങനെയാണ്? ലോ ആണോ ഹയർ ആണോ എങ്ങനെയാ നോക്കാം? വിഡ്രോവൽ, എപ്പോഴൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പണം പിൻവലിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? സെറ്റ് ആണോ? യെസ്. നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹൗ ഡു യു സേവ് മണി ദാറ്റ് യു ഗെറ്റ് ആസ് എ പ്രൈസ് ഓർ പോക്കറ്റ് മണി? നമുക്ക് സമ്മാനവും അതേപോലെ തന്നെ പോക്കറ്റ് മണി ആയിട്ട് ലഭിക്കുന്ന പണം നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കാറുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിക്കാറുള്ളത്? വേഗം ഒന്ന് കമന്റ് ചെയ്ത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓണം, വിഷു, പെരുന്നാളൊക്കെ വരുമ്പോൾ വീട്ടിലെ അച്ഛൻ, അച്ഛമ്മ അതേപോലെ തന്നെ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് ചെറിയൊരു ഒരു പെരുന്നാൾ പങ്ക്, അതേപോലെ തന്നെ ഓണത്തിന് ചെറിയൊരു ഓണത്തിന് വിഷു ചെയ്തിട്ടല്ല, ഓണത്തിന് ഓണക്കോടിയൊക്കെ മേടിക്കാനായിട്ട് ചെറിയൊരു തുകയൊക്കെ തരാറുണ്ട്. അതേപോലെ വിഷു കൈനീട്ടം കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ഈ പറയുന്ന തുക നിങ്ങൾ എന്താണ് ചെയ്യാറ്? എത്ര പേര് അത് സേവ് ചെയ്ത് വെക്കാറുണ്ട്? എത്ര പേര് പാരന്റ്സിന് കൊടുക്കാറുണ്ട് ആ തുക? വേഗം ഒന്ന് കമന്റ് ചെയ്ത് ചാറ്റ് ബോക്സിൽ. വേഗം ആയിക്കോട്ടെ. യെസ്. അപ്പോ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാം അല്ലെ. അതിന് നോക്കാം, ദ സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര സർക്കാർ ഇൻട്രൊഡ്യൂസ് ദ സഞ്ചയിക സ്കീം. പദ്ധതിയുടെ പേരെന്താടാ? സഞ്ചയിക സ്കീം അഥവാ സഞ്ചയിക പദ്ധതി ഇൻ ഏർലി 1970s, 1970കളിൽ സ്കൂൾ കുട്ടികൾക്കായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ചൊരു പദ്ധതിയാണ് സഞ്ചയിക പദ്ധതി അഥവാ സഞ്ചയിക സ്കീം. ഇറ്റ് ഈസ് നൗ, ഇന്നത് അറിയപ്പെടുന്നത് 1970s, 1970കളിൽ അത് അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? സഞ്ചയിക പദ്ധതി എന്നാണ്. എന്നാൽ ഇന്നത് അറിയപ്പെടുന്നത് സ്റ്റുഡൻറ് സേവിംഗ് സ്കീം എന്നാണ് കേട്ടോ. സ്റ്റുഡൻറ് സേവിംഗ് സ്കീം എന്നാണ് ഇന്നത് അറിയപ്പെടുന്നത്. അതിന്റെ എയിം എന്താണ്? പ്രൊമോട്ട് ദ ഹാബിറ്റ് ഓഫ് സേവിങ് അല്ലെ, കുട്ടികളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ ബാങ്കിങ് ആക്ടിവിറ്റീസ് അല്ലെ, നമുക്ക് ചുറ്റും നടക്കുന്ന ബാങ്കുകളിൽ എങ്ങനെയൊക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇപ്പൊ 2 കാര്യമാണുള്ളത്. ഒന്നെന്താ? സേവിങ് ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യുക എന്നല്ലേ, നിങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക. 2, കുട്ടികൾക്ക് ഒരു അവയർനെസ്, ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഇനി ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ നാഷണൽ സേവിംഗ് സ്കീമിന്റെ കീഴിലാണത് പ്രവർത്തിക്കുന്നത്. ഇത് ഈ ഒരു സ്കീം പ്രകാരം ബാങ്ക് അക്കൗണ്ട് എടുത്ത കുട്ടികൾക്ക് പാസ്ബുക്കും അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ഫ്രം ദെയർ സ്കൂളിൽ നിന്ന് പാസ്ബുക്കും അക്കൗണ്ട് നമ്പറും ലഭിക്കുന്നതാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്.
ഇനി അടുത്ത നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ഇപ്പൊ ദാ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ അധികം ബാങ്കുകളുടെ പേരല്ലേ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ദ ബോർഡൊക്കെ കാണുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന പേരുകളാണ് ഈ പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും ഒരുപോലെ അറിയുന്ന ഒന്നായിരിക്കും SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അറിയുന്ന എത്ര പേരുണ്ടെന്ന് വേവ് ചെയ്തേ ഹാൻഡ്സ്. വേവ് ചെയ്താൽ മിസ്സിന് കാണാൻ പറ്റില്ല. ഒരു ബ്ലൂ ഹാർട്ട് ഇട്ടേ വേഗം. SBI കേട്ടിട്ടുള്ളവര്, കണ്ടിട്ടുള്ളവര്, പോയിട്ടുള്ളവര് ബ്ലൂ ഹാർട്ട് ഇടാ കേട്ടോ. ഓക്കെ, അടുത്തത് യൂണിയൻ ബാങ്ക് ആണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ടുള്ളവര് റെഡ് ഹാർട്ട് ഇടാ കേട്ടോ. യൂണിയൻ ബാങ്ക് ആണെങ്കിൽ റെഡ് ഹാർട്ട് ഇടാ. ദെൻ കാനറ ബാങ്കിൽ പോയിട്ടുള്ളവര്, അല്ലെങ്കിൽ കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, യെല്ലോ ഹാർട്ട് ഇടാം. യെല്ലോ ഹാർട്ട് ഇടാം കേട്ടോ, കാനറ ബാങ്ക് ആണെങ്കിൽ. ആൻഡ് ഫൈനലി കേരള ബാങ്ക് ആണെങ്കിൽ വൈറ്റ് ഹാർട്ട് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ എവിടേക്കൊക്കെ അക്കൗണ്ട് ഉണ്ട്, ആരൊക്കെ ഏതൊക്കെ ബാങ്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ കുറച്ച് പേർക്ക് ഇപ്പൊ തോന്നും എല്ലാ ബാങ്കിലും പോയിട്ടുണ്ടെങ്കിലോ, എല്ലാ ഹാർട്ട് കിട്ടും. നോക്കാം, നമുക്ക് ഏറ്റവും കൂടുതൽ ബാങ്കിൽ പോയ ആളാരാ നോക്കാം. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ നമ്മള് ആർ യു ഫെമിലിയർ വിത്ത് ദ നെയിംസ് ഓഫ് ദ ബാങ്ക്സ്? ഈ പറയുന്ന താഴെ ഞാൻ കുറച്ച് ബാങ്കുകളുടെ പേര് പറയാൻ പോവാണ്. ഈ ബാങ്കുകളുടെ എല്ലാം പേരുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആണോടാ കുഞ്ഞുങ്ങളെ? ഫെമിലിയർ ആണെങ്കിൽ ഹാൻഡ്സ് വേവ് ചെയ്യണ്ട, യെസ് ഓർ നോ പറയാം കേട്ടോ. ഒന്ന് നോക്കാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലെ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. HDFC ബാങ്ക്, കേരള ബാങ്ക്, നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡ് അല്ലെ. ദെൻ ICICI ബാങ്ക്, കാനറ ബാങ്ക്. എന്താണ്? ICICI ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയവയെല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ബാങ്കുകളാണ്. ഓക്കെ ആണോ? യെസ്. അപ്പോ ഇനി നമ്മൾ മറ്റ് കുറച്ച് ബാങ്കുകളാണോ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ബാങ്കുകളാണ്, എന്നാൽ ഇവിടെ നമ്മൾ ഈ ബാങ്കുകളെ മൂന്നായിട്ട് തിരിക്കാൻ പോവാണ്. വിവിധ തരം ബാങ്കുകൾ. ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്കുകൾ. നിങ്ങൾക്കറിയോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാങ്കുകളാണെന്നുള്ളത് അറിയോ? ദെൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് അഥവാ സഹകരണ ബാങ്കുകൾ. ഇപ്പൊ നമ്മൾ റൂറൽ ഏരിയാസിലാണ് എങ്കിൽ എന്തായാലും നമ്മുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ ആയിട്ട് ഒരു സഹകരണ ബാങ്ക് ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും പോയിട്ടുള്ളവരും ആയിരിക്കും നിങ്ങൾ. ഇനി ഡെവലപ്മെന്റ് ബാങ്ക്സ് അഥവാ വികസന ബാങ്കുകൾ. ഡെവലപ്മെന്റ് ബാങ്ക്സ് അഥവാ വികസന ബാങ്കുകൾ. ഇങ്ങനെ മൂന്നായിട്ടാണ് ഞാൻ ഇവിടെ ബാങ്കുകളെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ് കേട്ടോ. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്കുകൾ? നോക്കാം. യെസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ വാണിജ്യ ബാങ്കുകൾ ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ടൈപ്പ് ഓഫ് ബാങ്ക്. ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ് സ്പ്രെഡ്. എന്താ പറയുന്നത്? വാണിജ്യ ബാങ്കുകളാണ് ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതും ആർക്കാണെന്നാണ് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കാണ്. അപ്പൊ ഏറ്റവും ഓൾഡസ്റ്റും ധാരാളം ബ്രാഞ്ചസ് ഉള്ളതും. എന്തൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ് അഥവാ സർവീസസ്? ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ്. ഒന്നാമത്തെ സർവീസ് എന്താണ്? നിക്ഷേപം. അതേപോലെ തന്നെ ഗ്രാൻഡിങ് ലോൺസ് അല്ലെ, ലോൺസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അതേപോലെ തന്നെ എന്താണ്? ലോക്കർ ഫെസിലിറ്റി. നമുക്ക് വിലപിടിപ്പുള്ള നമ്മുടെ സ്വർണങ്ങളും ആഭരണങ്ങളും പണവും അതേപോലെ തന്നെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അല്ലെ. ആ അക്കൗണ്ട് ത്രൂ നമുക്ക് ലോക്കർ ഫെസിലിറ്റി സംവിധാനമുണ്ട്. ഈ ലോക്കറിൽ നമുക്ക് സേഫ് ആയിട്ട് അത് സൂക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും അല്ലെ. ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ കാർഡൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോൾ പേയ്മെന്റ് നടത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? യെസ്. അതേപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്, അതേപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ് സേവനങ്ങൾ കേട്ടിട്ടില്ലേ? നെറ്റ് ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ, ഫോൺ പേ ത്രൂ നമ്മൾ പൈസ അയക്കാറുള്ളത് നമ്മുടെ ഫിംഗർ ടിപ്പിലാണല്ലേ. പെട്ടെന്ന് നമ്പർ അടിക്കുന്നു, പേയ്മെന്റ് ചെയ്യുന്നു, സാധനം വീട്ടിൽ വരുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിലുള്ള ഡിഫറെന്റ് സർവീസസ്, പല സർവീസസ് ആര് തരുന്നുണ്ട്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്കുകൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. It is classified into two, public sector and private sector banks. ഇതിനെങ്ങനെയാണ്? സ്വകാര്യ മേഖല, പ്രൈവറ്റ് സെക്ടർ മേഖലയായും പൊതുമേഖലയായും വേർതിരിച്ചിരിക്കുന്നു. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് അതേപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ക്ലിയർ ആണോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? ഓക്കെ, ഇനി നോക്കിക്കടാ. SBI is the largest public sector commercial bank in India. ഇന്ത്യയിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ, SBI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് കേട്ടോ. അത് വാണിജ്യ ബാങ്കിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് മേഖലയിൽ, പൊതുമേഖലയിൽ അത് SBI ആണ് കേട്ടോ. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ്
ഇന്ത്യയാണ്. കിട്ടിയോ? യെസ്. അടുത്ത് നോക്കാം, കോപ്പറേറ്റീവ് ബാങ്ക്സ് അഥവാ സഹകരണ ബാങ്കുകളാണ് കേട്ടോ. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊവൈഡ് ലോ ഇൻട്രസ്റ്റ് ലോൺസ് ടു ഫാർമേഴ്സ്, ആർട്ടിഷൻസ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്. എന്താ പറയുന്നത്? സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കർഷകരുണ്ടാവില്ലേ, അതേപോലെ തന്നെ കൈത്തറി തൊഴിലുകൾ അല്ലെങ്കിൽ കൈത്തറി തൊഴിലുകൾ ചെയ്യുന്ന ചെറിയ വ്യവസായങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യുന്നു? വളരെ കുറഞ്ഞ പലിശയിൽ, ഈ ലോ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ കീവേഡ്, ലോ ഇൻട്രസ്റ്റ് അഥവാ കുറഞ്ഞ പലിശയിൽ എന്ത് ചെയ്യുന്നു? വായ്പകൾ, ലോൺസ് നൽകുന്നു എന്നുള്ളതാണ്. ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. ഇവരെന്താ പറയുന്നത്? സ്വയം സഹായം, അതേപോലെ തന്നെ സമ്പാദ്യശീലം, എൻകറേജിങ് ദ സേവിങ്സ്, ഇൻക്രീസ് ദ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം, എന്താണ് നിക്ഷേപം അല്ലെങ്കിൽ സമ്പാദ്യശീലം വളർത്തല്, പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം പ്രൈവറ്റ് ആൻഡ് മണി ലെൻഡേഴ്സ്, അല്ലെ എന്താ പറയുന്നത്? പ്രൊട്ടക്ട് ദ പീപ്പിൾ, ജനങ്ങളെ പ്രൈവറ്റ് മണി ലെൻഡേഴ്സിൽ നിന്ന്, അതായത് വലിയ 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 പലിശ മേടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് അമിത പലിശ ഈടാക്കുന്ന മണി ലെൻഡേഴ്സിൽ നിന്ന്, പണമിടപാടുകാരിൽ നിന്ന് രക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതെല്ലാം ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ എയിംസ് അഥവാ ലക്ഷ്യങ്ങളാണ്. കിട്ടിയോ? ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കേരള ബാങ്ക്, ഉദാഹരണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഉദാഹരണം എന്തായിരുന്നു? നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? SBI ആയിരുന്നു അല്ലെ. കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഉദാഹരണം എന്തായിരുന്നു? കേരള ബാങ്ക് ആണ് കേട്ടോ. അതുകൂടാതെ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്, വില്ലേജുകളിൽ, ഗ്രാമങ്ങളിൽ റൂറൽ സഹകരണ ബാങ്കുകൾ എന്നും, നഗരങ്ങളിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അഥവാ അർബൻ സഹകരണ ബാങ്ക് എന്നിങ്ങനെ രണ്ടായിട്ട് അറിയപ്പെടുന്നു. റൂറൽ ബാങ്കും അർബൻ ബാങ്കും. ക്ലിയർ ആണോടാ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? യെസ്. ഇനി മൂന്നാമത്തെ ബാങ്ക്സ് ആണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് അഥവാ വികസന ബാങ്കുകൾ. എന്താണ് ആക്ച്വലി ഡെവലപ്മെന്റ് ബാങ്ക്സ് ചെയ്യുന്നത്? പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് ഫോർ ഇൻഡസ്ട്രിയലിസ്റ്റ്, കൊമേഴ്ഷ്യൽ ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്സ്, അല്ലെ. വ്യവസായ, വാണിജ്യ, കാർഷിക രംഗത്ത്, ഇത് മൂന്നും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. വ്യവസായ, വാണിജ്യ, കാർഷിക രംഗത്ത് എന്ത് ചെയ്യുന്നു? ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളെയാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് കേട്ടോ. ഏതൊക്കെ മേഖലകളാണ്? ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ, അഗ്രികൾച്ചർ, വ്യവസായ, വാണിജ്യ, കാർഷിക മേഖലയിൽ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു, ദീർഘകാല ലോണുകൾ. ഒന്ന് IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദെൻ നബാർഡ്, നാഷണൽ റൂറൽ അല്ലെങ്കിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ നബാർഡ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ബാങ്കാണ്. ഒരുപാട് സർവീസസും സ്കീംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തുടങ്ങിയ രണ്ടെണ്ണം നമുക്ക് അതിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയാം. ഓക്കെ ആണോ പറഞ്ഞത്? യെസ്. ഇനി നമ്മൾ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. UPI, ഗൂഗിൾ പേ ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ? ഗൂഗിൾ പേ ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷൻ എങ്കിലും ചെയ്യാത്ത ഒരാൾ പോലും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവില്ല അല്ലേ. അതേപോലെ തന്നെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുക ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഗൂഗിൾ പേ, പിന്നെ നമ്മൾ ATM-ൽ പോയി കാശ് എടുക്കാറുണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട്. CDM, നമ്മൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാറില്ല ATM പോലുള്ള ഒരു വലിയ മെഷീൻ വഴി ബാങ്കുകളിൽ നേരിട്ട് ചെല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ബാങ്കിലേക്ക് നിക്ഷേപിക്കാം. ബാങ്കിങ് ഹാവ് ബിക്കം എ റാപ്പിഡ്ലി ഇവോൾവിംഗ് സെക്ടർ ഇൻ ദ മോഡേൺ ഇറ. നോക്കാം, ബാങ്ക്സ് നൗ ഓഫർ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ്, അല്ലെ. ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങളാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്? ബാങ്ക്സ് നമുക്ക് ഒരുക്കി തരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് വിസിറ്റ് ടു ബാങ്ക്സ് ആർ നോ ലോങ്ങർ നെസസറി ഫോർ ദ മോസ്റ്റ് ട്രാൻസാക്ഷൻസ്. ഇന്ന് ഭൂരിഭാഗം ഇടപാടുകളും ചെയ്യാനായിട്ട് നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടോ? യെസ് ഓർ നോ? ഇല്ല, പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അല്ലെ. യെസ്. നോക്കാം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൊബൈൽ ആപ്സ്. കണ്ടോ, എന്താ പറയുന്നത്? മൊബൈൽ ആപ്പുകളുടെയും നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻസിന്റെയും ഇന്റർനെറ്റ് ബാങ്കിങ് കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി ആക്സസ് വേരിയസ് ബാങ്കിങ് സർവീസസ് എനി ടൈം. ബാങ്കിൽ പോകാതെ മൊബൈൽ ആപ്പുകൾ, ഇന്റർനെറ്റ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബാങ്കിങ് സേവനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബാങ്കിങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ക്യാഷ്ലെസ് സിസ്റ്റം. ബാങ്കിങ് ഇങ്ങനെയാണ്, ഒരു ക്യാഷ്ലെസ് സിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ട്. വെർ ദ മണി ട്രാൻസാക്ഷൻസ് ക്യാൻ ബി ഡൺ ഡിജിറ്റലി ആൻഡ് സെക്യൂർലി. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പണമിടപാട് വളരെ ഡിജിറ്റലായിട്ടും സെക്യൂർ ആയിട്ടും ചെയ്യാനായിട്ട്, സുരക്ഷിതത്തോടു കൂടി നടത്താനും സാധിക്കുന്നതാണ്. കണ്ടോ, കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ATM മെഷീൻ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ATM മെഷീൻ അല്ലെ, പൈസ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളതാവും. ഇതേപോലെ കാണുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്ത് എന്തായാലും നിങ്ങളൊരു സാധനം മേടിച്ചിട്ടും ഉണ്ടാവും.
അല്ലേ? ദെൻ CDM മെഷീൻ നോക്കാം. അതെന്തിനാണ്? CDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ ആണ് കേട്ടോ. എന്താണ്? ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ ആണ്. നമുക്ക് പണം കൊണ്ടുപോയി നിക്ഷേപിക്കാനാണ് ഈ പറഞ്ഞ CDM മെഷീൻസ് എല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് ATM നോക്കാം. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ allow the customers to withdraw money anytime without visiting the bank. അല്ലേ? ബാങ്കിൽ പോകാതെ ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ ATMs നമ്മെ സഹായിക്കുന്നു. ഇനി CDM നോക്കാം. ഫുൾ ഫോം നോക്കിയടാ, ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ ആണ് കേട്ടോ. ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ ഫെസിലിറ്റി enables customers to deposit money any time conveniently. നമുക്ക് സൗകര്യം ഉപയോഗിച്ച് ഏത് സമയം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പണം ബാങ്കിലേക്ക് നിക്ഷേപിക്കാനായിട്ട് CDM വഴി കഴിയുന്നതാണ്. ഇനി UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് ഫുൾ ഫോം. നോക്കാം, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. UPI is a digital payment system that links multiple bank accounts through the single mobile app. നമ്മുടെ ഫോണിലുള്ള ഒരു ചെറിയ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കണക്ട് ചെയ്യാനും ഇടപാടുകൾ നടത്താനായിട്ടും സാധിക്കും. അല്ലെ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കൊക്കെ എങ്ങനെയായിരിക്കും? ഗൂഗിൾ പേയില് ഒരു ബാങ്ക് ആയിരിക്കില്ല, ചിലപ്പോൾ 1, 2, 3 ബാങ്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ നമ്മളോട് അമ്മയൊക്കെ പറയുന്നുണ്ടാവും, നീ ഇന്ന ബാങ്കിൽ നിന്ന് ഫണ്ട് എടുത്തോട്ടോ, അല്ലെങ്കിൽ SBIയിലെ ആ എമൗണ്ടിൽ നിന്ന് കൊടുത്തോട്ടോ എന്നൊക്കെ അമ്മ ചിലപ്പോൾ പറയും. അല്ലെ? enables instant money transfer without visiting the bank or ATM. അപ്പോൾ ഈ UPI സിസ്റ്റം വന്നതോടുകൂടി നമുക്ക് ATM എന്തായാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല അല്ലെ? നമ്മൾ എന്തായാലും ഒന്ന് പുറത്തു പോകണം ATM ത്രൂ ക്യാഷ് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ടാണ്? ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ UPI വന്നതോടുകൂടി നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ എവിടെയാണോ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ബാങ്കിലോ ATMയിലോ പോവാതെ പണമിടപാടുകൾ നടത്താനായിട്ട് ഈ സംവിധാനത്തിലൂടെ കഴിയും എന്നുള്ളതാണ് കേട്ടോ. ഈ സംവിധാനത്തിലൂടെ കഴിയുന്നതാണ്. ട്രാൻസാക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് എനി ടൈം. ഏത് സമയത്തും എവിടെ ഇരുന്നു കൊണ്ടും എനിവേർ എവിടെ ഇരുന്നു കൊണ്ടും ഉപകരണങ്ങളുടെ ഡിജിറ്റൽ സർവീസസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഇടപാടുകൾ നടത്താൻ കഴിയും. പേയ്മെന്റ്സ് ക്യാൻ ബി ഡൺ വയ QR കോഡ് അല്ലെ? മൊബൈൽ ഫോൺ അക്കൗണ്ട് നമ്പർ, അതേപോലെ തന്നെ QR കോഡ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇടപാടുകൾ നടത്താനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞ കാര്യം? അപ്പൊ ഇത് ത്രൂ നമുക്ക് ഇടപാടുകൾ നടത്താനായിട്ടും സാധിക്കും. Okay, ഇനി നോക്കിക്കേ, find and note down the situations when the financial transactions can be made using digital services or cards. അല്ലെ? ഡിജിറ്റൽ ഉപകരണങ്ങളും അതേപോലെ തന്നെ കാർഡുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സന്ദർഭങ്ങൾ നിങ്ങളോടൊന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കാം, ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെ? ഓൺലൈൻ ഷോപ്പിംഗ് നടത്താനായിട്ട് നമ്മൾ കാർഡുകൾ ഉപയോഗിക്കാറില്ലേ? ദെൻ ഇലക്ട്രിസിറ്റി, വാട്ടർ ഓർ ഫോൺ ബില്ല് തുടങ്ങിയ പേയ്മെന്റുകളെല്ലാം നടത്താൻ, ഈ പറഞ്ഞ ബില്ലുകളൊക്കെ അടക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആണ് ചെയ്യാറ്. മണി ട്രാൻസ്ഫർ, പണം കൈമാറ്റം ചെയ്യാൻ, ATM ട്രാൻസാക്ഷൻസ് അഥവാ ATM ഇടപാടുകൾ തുടങ്ങിയവ, അതേപോലെ തന്നെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്, നമുക്കിപ്പോൾ ഒരു സിനിമ കാണണം അല്ലെങ്കിൽ വേറൊരു നമുക്കിപ്പോൾ ഒരു വണ്ടർലേ പോകണം, അങ്ങനെ പല 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 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന് ഓൺലൈൻ ത്രൂ നടക്കുന്നതാണ് അല്ലേ? സ്കൂൾ ഓർ കോളേജ് ഫീ പേയ്മെന്റ്, നിങ്ങളുടെ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ വീട്ടിലെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ഒക്കെ കോളേജിലെ ഫീ പേയ്മെന്റിനൊക്കെ ആയിട്ട് അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യാറ്? സ്കൂളിൽ വിസിറ്റ് ചെയ്യാറുണ്ടോ? ചിലപ്പോൾ വിസിറ്റ് ചെയ്യുന്നവരുണ്ടാവും. എന്നിരുന്നാലും ഓൺലൈൻ ത്രൂ പേയ്മെന്റ് ആണ് നടത്താറ് അല്ലേ? പർച്ചേസിങ് ഗ്രോസറീസ് ഓർ ഫ്യൂവൽ, നമുക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളോ ഇന്ധനമോ കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? യെസ്. എന്നാൽ നമ്മൾ ഈ കാണുന്ന സിസ്റ്റംസ് ഓരോന്നും ഉപയോഗിക്കുമ്പോഴും ഇതിന്റെ വളരെ നല്ലൊരു വശമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ബാങ്കിൽ പോകുന്നില്ല, ATMയിൽ പോകുന്നില്ല, നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷേ ഇതിന് വളരെ കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സൈഡും കൂടി ഉണ്ട്. നോക്കാം നമുക്ക് എന്താണത്. യെസ്, നോക്കാം. നമുക്ക് ഇതേപോലുള്ള ഓൺലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് വളരെ കോമൺ ആണ് അല്ലെ? സൈബർ രംഗത്തെ ഇത്തരം തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ്.
ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് അവിടെ പണി കിട്ടാനും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പണം നഷ്ടപ്പെടാനും പല 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 വലിയ വലിയ എഫക്റ്റുകളിലേക്ക് അത് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ അച്ഛനോ അമ്മൂമ്മയോ ആരെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായിട്ടത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാണ് ഇതേപോലൊരു ചാപ്റ്റർ ഒക്കെ നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്താ പറയാ, ഡു നോട്ട് ഷെയർ ATM പിൻ ഓർ OTP. നമ്മൾ ATM പിന്നോ OTP എന്നിവ മറ്റാരുമായിട്ട് പങ്കുവെക്കാൻ പാടില്ല. നമ്മുടെ എത്ര ക്ലോസ് ഫ്രണ്ടോ എത്ര ക്ലോസ് റിലേറ്റീവോ ആരും ആയിക്കോട്ടെ, അവരാരുമായിട്ട് നമ്മൾ ATM പിന്നോ OTP ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ഓപ്പൺ സസ്പീഷ്യസ് ഓൺലൈൻ. നമുക്ക് സംശയാസ്പദമായി വരുന്ന ഓൺലൈൻ ലിങ്കുകളൊക്കെ ഉണ്ടാവില്ലേ, ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഗുഡ് മോർണിംഗ് മെസ്സേജസ് വരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുന്നേ, ഒരു പർട്ടിക്കുലർ ലുലുവിന്റെ ഓഫർ ആണ്, ഓപ്പൺ ചെയ്യുക, 10 ഗ്രൂപ്പിലേക്ക് അയക്കും, 14 ഗ്രൂപ്പിലേക്ക് അയക്കും എന്നൊക്കെ പറയുന്ന സംഭവങ്ങളില്ലേ, അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഡു നോട്ട് റെസ്പോണ്ട് ടു ഫോൺ മെസ്സേജസ് ആസ്കിംഗ് ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് വിളിക്കുന്ന ഫോൺ കോളുകളോ മെസ്സേജസോ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നോക്കാനേ പാടില്ല. ഡു നോട്ട് കീപ് ATM പിൻ ഓൺ ഫോൺ. നമ്മുടെ ATM പിന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. കാരണം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതേപോലെ തന്നെ യൂസ് സ്ട്രോങ് പാസ്വേർഡ്സ്, ചേഞ്ച് പാസ്വേർഡ് ഫ്രീക്വന്റ്ലി. ഇനി ഈ പറയുന്ന ഓൺലൈൻ ആപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, മറ്റാർക്കും പെട്ടെന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ കിട്ടാത്ത രീതിയിലുള്ള പാസ്വേർഡ്സ് ഉപയോഗിക്കുക. ഇനി അടുത്തടുത്ത് അടിക്കിടെ എന്ത് ചെയ്യണം, ഈ പാസ്വേഡ് മാറ്റുകയും ചെയ്യണം. കാരണം നമ്മളിപ്പോൾ കുറെ നാൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ പാസ്വേഡ് അല്ലെ. നമ്മളാണെങ്കിൽ ഫുൾ CCTV സർവൈലൻസ് ആണ്, എവിടെ ചെന്നിട്ട് നമ്മൾ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ CCTVയിലാണ് അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കുറെ നാളായി കഴിയുമ്പോൾ നമ്മുടെ ഈ പാസ്വേഡ് എങ്ങനെയെങ്കിലും ഒക്കെ ലീക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ്, നമ്മളെ ഒരുപാട് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഈ പാസ്വേഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് അവിടെ പറയാനുള്ള കാര്യം. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ടോപ്പിക്ക് ഡിപ്പോസിറ്റ്സ് അഥവാ നിക്ഷേപങ്ങളെ കുറിച്ചാണ് അല്ലെ. 4 ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഉണ്ട്. അത് ഓരോന്നും എന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ദെൻ ഒരു ടേബിളും ചെയ്തു അല്ലെ. ഇവിടെ നിങ്ങളോട് ചോദിക്കോട്ടോ എക്സാമിന്, ഏതാണ് ലോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്, ഹൈ ഇൻട്രസ്റ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ കറന്റ് അക്കൗണ്ടിന്റെ കേസസിലെ വിഡ്രോവല്, അതേ രീതിയിലുള്ള ക്വസ്റ്റൻ ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ദെൻ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ദെൻ അത് കഴിഞ്ഞ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്കുകളെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെ. വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്ക്, ദെൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് അഥവാ സഹകരണ ബാങ്കുകൾ. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഡെവലപ്മെന്റ് ബാങ്ക്സ് അഥവാ വികസന ബാങ്കുകളെ കുറിച്ച് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് UPI അല്ലെ, UPI കുറിച്ചും CDM കുറിച്ചും ATM കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും ദെൻ അത് ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം ഇടപാടുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഫൈനലി നമ്മൾ എങ്ങനെയാണ് കെയർഫുൾ ആയിട്ട് ഇതിനെയെല്ലാം നേരിടണ്ടേ എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് പറഞ്ഞത് അല്ലേ. യെസ്, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസിന്റെ 6th ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജപ്പാൻ ആണ് പറയാൻ പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.